ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒടുവിൽ ബാലചന്ദ്രൻ മേനോൻ അലീനയോട് പൊയ്ക്കളയാൻ തന്നെ സമ്മതിച്ചു. അതിനു മുമ്പേ അവൾ ഒരാഗ്രഹം കൂടെ പറയുന്നുണ്ട്. രോഹിത്തിനെയും കൂട്ടി മാമച്ചനങ്ങളുടെയും ഗ്രേസാമ്മയുടെയും വീട്ടിലേക്ക് പോകണമെന്ന്. അങ്ങനെ അതിനും സമ്മതിക്കാണ് ബാലചന്ദ്രൻ മേനോൻ. അങ്ങനെ രോഹിത്തിനെയും കൂട്ടി അലീന രേവതിക്കുട്ടിയുടെ അരികിലേക്ക് പോകുന്നുണ്ട്. കളിച്ചും ചിരിച്ചും സിനിമ കണ്ടും ആടിയും പാടിയും തിമിർത്തും 4 ദിവസങ്ങൾ അവിടെ ചിലവഴിച്ച് ചിന്നുകുട്ടിയെയും കണ്ടിട്ടാണ് അവർ രണ്ടുപേരും കൂടെ ഈ വീട്ടിലേക്ക് മടങ്ങുന്നത്. ആ സമയം ബാലചന്ദ്രൻ അലീനയെ ആരുടെ കയ്യിലാണോ ഏൽപ്പിക്കേണ്ടത് അയാളെ കോണ്ടാക്ട് ചെയ്യുകയും അവരെ നേരിട്ട് കണ്ടുപോയി നിങ്ങൾക്കൊരു മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം സ്റ്റാലിൻ ജോസഫിനെ അറിയിക്കുകയും ചെയ്യാണ്. തൻ്റെ മകളെ സ്വീകരിക്കാൻ ആദ്യം സ്റ്റാലിൻ ഒരുക്കമല്ലെങ്കിലും പിന്നീട് അലീനയെ അയാൾ രഹസ്യമായി കാണുന്നുണ്ട്. അതോടുകൂടെ അലീനയെ സ്വീകരിക്കാൻ അയാൾ തയ്യാറാവാണ്. തൻ്റെ മരിച്ചുപോയ അമ്മച്ചിയെ അതേപോലെയുള്ള തൻ്റെ മകളെ അങ്ങനെ കൈവിട്ട് കളയാൻ പറ്റില്ല. 23 വർഷക്കാലം അവൾ അനാഥയായി ജീവിച്ചു. അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളുണ്ടായിട്ട് ഒരു അനാഥയെപ്പോലെ അവൾ ഇത്രയും കാലം ജീവിച്ചു. ഇനി അതിന് അനുവദിച്ചുകൂടാ എന്നായിരുന്നു സ്റ്റാലിൻ്റെ നിലപാട്. അങ്ങനെ അലീന ശരണ്യെ കാണാൻ തനിയെ പോകുന്നുണ്ട്. അവളുമായിട്ട് കുറേ സമയം ചിലവഴിക്കണം, അവൾക്ക് ആത്മവിശ്വാസം നൽകണം. അങ്ങനെ അലീനയും ശരണ്യയും കൂടെ അമ്പലത്തിലേക്ക് നടന്നു പോവാണ്. അമ്പലത്തിലെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ആൽത്തറയിൽ ഇരിക്കുന്ന സമയത്ത് ശരണ്യ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേച്ചി ഇപ്പോൾ പോകുന്നത്? എനിക്കറിയാം ചേച്ചി പോയി കഴിഞ്ഞാൽ ഇനി എന്നെ കാണാൻ വരത്തില്ലെന്ന്. ആര് പറഞ്ഞു മോളെ നിന്നെ കാണാൻ വരില്ലെന്ന്? ഈ ചേച്ചിക്ക് നിന്നെ കാണാൻ വരാതിരിക്കാൻ വേണ്ടി പറ്റുമോ? പിന്നെ ഇവിടെ എൻ്റെ കൂടപ്പിറപ്പുകളുണ്ടല്ലോ. ആര്? അതെ, രോഹിത്തിനെയും എല്ലാവരെയും ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകളായിട്ടാണ് കണ്ടിട്ടുള്ളത്. ശരിക്കും ചേച്ചി ആരാ? അവരെ സ്വന്തം അനിയന്മാരെയും അനിയത്തിയെ പോലെ സ്നേഹിക്കണമെങ്കിൽ ചേച്ചി അവരുടെ ആരോ ആണ്. അതൊക്കെ നിന്റെ തോന്നലാ മോളെ. അല്ല ചേച്ചി, എന്തോ രഹസ്യം ചേച്ചിയുടെ ഉള്ളിലുണ്ട്. ഒരു കൂടപ്പിറപ്പിനോടല്ലെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെ ആരോടും പെരുമാറാൻ കഴിയില്ല. ആര് പറഞ്ഞു നീ എൻ്റെ കൂടപ്പിറപ്പാണോ? എന്നിട്ട് ഞാൻ നിന്നോട് എത്രമാത്രം സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. നീ എൻ്റെ സ്വന്തം അനിയത്തിയല്ലേടി? അതുപോലെ അവരെനിക്കും. പക്ഷേ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നിന്റെ മനസ്സിൽ ഇത് എല്ലാ കാലവും ഉണ്ടാവണം. ഒരിക്കലും പുറത്ത് പറയത് ഇല്ല. ചേച്ചിയാണേ സത്യം. ഞാൻ ഈ കാര്യം ആരോടും പറയില്ല. രോഹിതൻ്റെ സ്വന്തം അനിയനാണ്. ഒരേ രക്തമാണ് രോഹിത്തും ബബിതയും കൃഷ്ണമോളും എല്ലാം. അപ്പോൾ ചേച്ചിയുടെ അച്ഛനും അമ്മയും ആരാ? ബാലചന്ദ്രൻ സാറും വൈജയന്തി മാഡവും ആണോ? ബാലചന്ദ്രൻ സാറ് എൻ്റെ ആരുമല്ല. പക്ഷേ അദ്ദേഹം എൻ്റെ സ്വന്തം അച്ഛനേക്കാൾ മുമ്പിലാ എനിക്ക്. എന്നെ ആദ്യം അച്ഛ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചയാൾ, എന്നെ ഒരു മകളുടെ സ്ഥാനത്ത് കണ്ട ആൾ, ആ ആളെ ഒരിക്കലും ഞാൻ മറക്കില്ല. ഇനിയിപ്പോൾ സ്വന്തം അച്ഛൻ വന്നാൽ പോലും ബാലചന്ദ്രൻ സാറിൻ്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും. അപ്പോൾ ചേച്ചിയുടെ അമ്മ അവിടുത്തെ മേഡാണോ? ഒടുവിൽ അലീന അതേ എന്ന് കണ്ണു നിറഞ്ഞ് പറഞ്ഞു. ഞാൻ ആ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മയെ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിട്ടാ മോളെ വന്നത്. പക്ഷേ അവജ്ഞതയും എന്നെ നിരാശപ്പെടുത്തി. വൈജയന്തിമ്മയുടെ ഒരിക്കൽ എന്നെ ഒരു വേലക്കാരുടെ സ്ഥാനത്ത് പോലും കണ്ടിട്ടില്ല. എന്നെ കാണുന്നതിന് അലർജിയായിരുന്നു, വെറുപ്പായിരുന്നു. എന്നിട്ട് ഇങ്ങനെയൊക്കെ സഹിച്ച് ചേച്ചി ഇത്രകാലം അവിടെ പിടിച്ചത് എങ്ങനെ? എനിക്കറിയാലോ അതെൻ്റെ അമ്മയും കൂടപ്പിറപ്പുകളാണെന്ന്. അവരുടെ കൂടെ ഞാൻ നിന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും നടന്നു. ഇപ്പോൾ ആ മേഡത്തിന് ഞാൻ അവിടെ നിൽക്കുന്ന ഇഷ്ടമേ അല്ല. ആ കുടുംബം തകർന്നു പോവും ഇനിയും ഞാൻ അവിടെ നിന്നാൽ. ബാലചന്ദ്രനുമായി എന്നെ പലതരത്തിലുള്ള കഥകൾ മെനഞ്ഞു. എൻ്റെ ചേച്ചി സ്വന്തം അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യോ? പക്ഷേ ആ അമ്മയ്ക്ക് അറിയില്ലല്ലോ ഞാൻ സ്വന്തം മകളാണെന്ന്. അങ്ങനെ അലീന ശരണ്യടുത്ത് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്. ശരണ്യ ഈ കാര്യം ആരോടും പറയില്ലെന്ന് അവൾക്ക് വാക്ക് കൊടുക്കുകയും ചെയ്യാണ്. അങ്ങനെ വീട്ടിലെത്തിയ ശരണ്യയുടെ മനസ്സിലും അലീന പറഞ്ഞ കഥകളാണ്. ശരണ്യ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? നീയും അലീനയും കൂടെ അമ്പലത്തിൽ പോയി വന്നതിൽ തൊട്ട് തുടങ്ങിയതാണല്ലോ നിൻ്റെ ഈ ആലോചന? ഏയ് ഒന്നുമില്ല അമ്മേ. എന്നാലും എന്തോ ഒരു തീപ്പൊരി നിൻ്റെ മനസ്സിലുണ്ട്. അതെന്താന്നാ ഞാൻ ചോദിച്ചത്. എനിക്ക് അത് പറയാൻ പറ്റില്ല. ഞാൻ വാക്ക് കൊടുത്തുപോയി അലീന ചേച്ചിക്ക്. അത് ആരോടും പറയത്തില്ലെന്ന്. ഞാൻ നിൻ്റെ അമ്മയല്ലേ? അലീന ചേച്ചി എനിക്കും നിന്നെപ്പോലെ തന്നെയാണ്. ഞാൻ ഈ രഹസ്യം ആരോടും പറയാനാ? അത് പിന്നെ അമ്മേ, അലീന ചേച്ചിയുടെ സ്വന്തം അമ്മയാണ് ആ വീട്ടിലുള്ളതെന്ന്. അലീന ചേച്ചിയെ
അവർ പ്രസവിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞതാണെന്ന്. ഇത് കേട്ടതും ശരണ്യയുടെ അമ്മ ആകെ നെട്ടി അവൾ നോക്കൂടി. വേണ്ടതിനും പറഞ്ഞാലുണ്ടല്ലോ, അതാ അമ്മ ഞാൻ പറഞ്ഞത്, വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന്. അമ്മ, ഈ രഹസ്യം ആരോടും പറയരുത്. എനിക്ക് നിന്നോട് അതാ പറയാനുള്ളത്. ആ പെൺകൊച്ചി നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം നീ ആരോടും പറയരുതെന്ന്. ഇല്ലമ്മേ. അപ്പം നീ ഇപ്പോൾ എന്നോട് പറഞ്ഞതോ? അത് അമ്മ കുത്തി ചോദിച്ചോണ്ടല്ലേ. അങ്ങനെ ആരെങ്കിലും കുത്തി ചോദിച്ചാൽ ചെയ്ത വാക്ക് നീ മറക്കുവടി? ഇല്ല, പക്ഷേ എനിക്ക് അമ്മയോട് പറയാൻ തോന്നി. എൻ്റെ മനസ്സിൽ അത് കിടന്ന് നീറിപ്പോകുക. മോളെ, നമ്മളായിട്ട് അവൾക്ക് ഒരു ദ്രോഹം ഉണ്ടാക്കാൻ പാടില്ല. ഒരിക്കലും ഈ രഹസ്യം അവൾ പറയാത്തിടത്തോളം കാലം ആരും അറിയാനും പാടില്ല. പക്ഷേ ബാലചന്ദ്രൻ സാറിനെ അറിയാമെന്നാ അനിൽ ചേച്ചി പറഞ്ഞത്. പിന്നെ കൃഷ്ണമോൾക്കും വേറെ ആർക്കും അറിയത്തില്ല. അവിടുത്തെ മനുചേട്ടനും അവരുടെ അച്ഛനൊക്കെ അറിയാമെന്ന്. എന്നാലും ഇതെന്ത് ചതിയാ? ഇതുപോലെയുള്ളൊരു മകളെ എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞു? ചിലപ്പോൾ സാഹചര്യം കൊണ്ട് ഉപേക്ഷിച്ചതായിരിക്കും. ആ മേഡത്തിന് വിവാഹത്തിന് മുമ്പെയാണ് അനിൽ ചേച്ചി പ്രസവിച്ചെന്നാ ചേച്ചി പറഞ്ഞത്. ഓ, അങ്ങനെയാണോ? തൽക്കാലം മോളെ, നീ ഇത് മനസ്സിൽ വെച്ചോ. ഈ കാര്യങ്ങളൊന്നും നീ ആരോടും പറയരുത്. ശരണ്യ അമ്മയുടെ മുഖത്തേക്ക് നോക്കി തലയാട്ടി. അലീന വീട്ടിലെത്തിയതും അവളുടെ മനസ്സിൽ നിന്ന് ഏറെക്കുറെ ഭാരം ഒഴിഞ്ഞു പോയ പോലെ തോന്നാണ്. അങ്ങനെ ബാലചന്ദ്രൻ അവൾക്കരികിലേക്ക് വന്ന് പറയുന്നുണ്ട്, എന്നാ നീ ഇവിടെ നിന്ന് പോകുന്നത്? അതൊക്കെ അച്ഛൻ തീരുമാനിച്ചാൽ മതി. ആ, അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ നമുക്കിവിടെ നിന്ന് പുറപ്പെടാം. ഇനി വീട്ടിൽ താൻ ഒരു ദിവസം മാത്രമേ ഉണ്ടെന്നോർത്തപ്പോൾ അലീനക്ക് ചങ്കു പൊട്ടുന്ന പോലെ തോന്നി. എന്നിട്ട് ബാലചന്ദ്രനെ കണ്ണു നിറഞ്ഞു നോക്കാണ്. എന്താ, നിനക്ക് ഇവിടുന്ന് പോവാൻ താല്പര്യമില്ല? അതല്ല അച്ഛാ, ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഞാനിവിടെ നിന്ന് ഓർത്തപ്പോൾ എന്തോ വല്ലാതെ മനപ്രയാസം. ആ, നീയല്ലേ പോവാൻ തീരുമാനമെടുത്തത്, ഇനി എന്തായാലും പോയി കളയാം. അങ്ങനെ അവൾ തലയാട്ടി. എനിക്കിവിടെ നിന്ന് പോകുന്നതിൽ യാതൊരു പ്രശ്നമില്ല. എൻ്റെ അച്ഛനെയും കൂടപ്പിറപ്പുകളെയും കാണാൻ പറ്റില്ലല്ലോ. എന്നാലും അച്ഛൻ എൻ്റെ അടുത്തേക്ക് വരണം. ഞാനും ഇവിടേക്ക് വരും. ആ, അതിന് നിൻ്റെ മേഡത്തിനെ പേടിച്ചല്ലേ നീ ഇവിടെ നിന്ന് ഓടുന്നത്? പിന്നെ എങ്ങനെയാ നീ ഇങ്ങോട്ട് വരുന്നത്? എന്നാലും എനിക്ക് എൻ്റെ അച്ഛനെ കാണാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ, ഓ ശരി. എന്തായാലും മറ്റന്നാൾ പോവാൻ തയ്യാറായിരിക്കണം. അതിനു മുമ്പേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ നേരെ മുകളിലേക്ക് പോവാ. പിന്നീട് കൃഷ്ണമോളെയും ബബിതയും കൂട്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. അലീനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാനാണ് അവർ പോകുന്നത്. അലീനയ്ക്ക് വേണ്ടി ആഭരണങ്ങൾ എടുക്കുന്നു, സാരി എടുക്കുന്നു. തൻ്റെ സ്വന്തം മകളെ ഇവിടുന്ന് പറഞ്ഞയക്കുന്ന പോലെ തന്നെ ബാലചന്ദ്രൻ കരുതിയുള്ളൂ. അവൾ കുറച്ച് ദിവസത്തേക്ക് മറ്റൊരിടത്തേക്ക് താമസിക്കാൻ പോവാണ് എന്ന അർത്ഥത്തിൽ അവരെല്ലാം അലീനയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീനെ സ്റ്റാലിൻ ജോസഫിൻ്റെ കൈകളിൽ എത്തിക്കാട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ശരണ്യയുടെ റിസൾട്ട് വരുന്നുണ്ട്. അവൾ ആദ്യം വിളിക്കുന്നത് രോഹിത്തിനെയാണ്. രോഹിത്തെ, എടാ മോനെ, ശരണ്യയുടെ റിസൾട്ട് വരുന്ന ദിവസമല്ലേ ഇന്ന്? ഞാൻ പത്രത്തിലൊക്കെ നോക്കിയിരുന്ന് കണ്ണ് കഴിച്ചു. അതിൻ്റെ ചേച്ചി സൈറ്റിലാ ആദ്യം റിസൾട്ട് വരുന്നത്, പിന്നെയല്ലേ പത്രത്തിലേക്ക് വരുള്ളൂ. ഓ, എന്തായാലും നീ ശരണ്യ ഒന്ന് വിളിക്ക്. എന്താ കാര്യം നോക്കിയാലോ? ആ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിനു മുമ്പേ ശരണ്യയുടെ കോള് അവിടെ അലീനയുടെ ഫോണിലേക്ക് വരാൻ തുടങ്ങി. എടാ മോനെ, ദേ അവളുടെ പേര് പറഞ്ഞ് നാക്കെടുത്തില്ല, ദേ അവൾ വിളിക്കുന്നു. അങ്ങനെ കോൾ കട്ട് ചെയ്യാണ്. ശരണ്യ സന്തോഷത്തോടെ ചേച്ചി എന്ന് വിളിക്കുക. ചേച്ചി, എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, എല്ലാത്തിലും ഞാൻ ടോപ്പ്ലെസ്സാ എന്ന് പറയുന്നുണ്ട്. മോളെ, എനിക്കിത് വിശ്വസിക്കാമോ? പിന്നല്ല ചേച്ചി, ആദ്യം റിസൾട്ട് അറിഞ്ഞ ഉടനെ ഞാൻ ചേച്ചിയെ വിളിക്കുന്നത്. അങ്ങനെ അവളുടെ അമ്മയും അച്ഛനും ഒക്കെ സംസാരിക്കുന്നുണ്ട്. രോഹിത്ത് വിവരം അറിയാൻ കേട്ടോ. അങ്ങനെ രോഹിത്ത് കുറച്ച് സീറ്റ്സൊക്കെ ആയിട്ട് ശരണ്യയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടുന്ന് ശരണ്യെ കാണുന്നുണ്ട്. ശരണ അവനെ കണ്ടത് ഓടി വരാം. ആഹാ, റാങ്കുകാർ ഇവിടെ എത്തിയല്ലോ. ഇതാ പറഞ്ഞത്, അലീന ചേച്ചി ഇടപെട്ടാലേ എല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ ശരണക്ക് ബോധ്യമായല്ലോ. ആ, ഞാൻ നന്നായിട്ട് പഠിക്കായിരുന്നു, ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. ആ ചേച്ചിക്ക് വേണ്ടി ഇനിയും തുടർന്ന് പഠിക്കണം. എന്താണോ ശരണ ആവാൻ ആഗ്രഹിച്ചത് അത് തന്നെ നേടിയെടുക്കണം. അങ്ങനെ അവർ കേക്കെല്ലാം കട്ട് ചെയ്ത് പരസ്പരം കൊടുക്കൊക്കെ ചെയ്യട്ടെ. വളരെ സന്തോഷത്തോടുകൂടെ ആ കോളനി മുഴുവൻ ശരണയുടെ വിജയം ആഘോഷിക്കാനും. അങ്ങനെ പോവാൻ സമയത്ത് രോഹിത്തിനോട് ശരണ ചോദിക്കുന്നുണ്ട്, പോവാണോ? എന്താ പോവേണ്ടേ? എല്ലാം കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് പോയാലോ? എനിക്ക് പോകും വഴിക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് കയറണം, ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ശരണ്യക്ക് വേണ്ടി പ്രത്യേകം ഒരു വഴിപാട് കഴിച്ചേക്കണമെന്ന്. ശരി, ചേച്ചി അത്രയും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, വഴിപാടൊക്കെ നേർന്നിട്ടുണ്ടെന്നാ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരാം. അങ്ങനെ ശരണ്യയും രോഹിത്തും കൂടെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ.
അങ്ങനെ അമ്പലത്തിലേക്ക് പോയി പ്രസാദമൊക്കെ ആയിട്ട് രണ്ടുപേരും മടങ്ങി വരാ. ആ നേരത്ത് ശരണ ചോദിക്കുക, ഇതുപോലെ ചേച്ചി കിട്ടിയ രോഹിതേട്ടൻ ഭാഗ്യവതിയാണ്, ഭാഗ്യവാനാണെന്ന് പറയുന്നുണ്ട്. അതെന്താ, ശരണ്യക്കും അതുപോലെ ചേച്ചി കിട്ടിയല്ലോ, എന്നാലും എൻ്റെ സ്വന്തമല്ലല്ലോ, എൻ്റെ അമ്മ പ്രസവിച്ചതല്ലോ, അപ്പോൾ ആലിനി ചേച്ചി എൻ്റെ അമ്മ പ്രസവിച്ചതാണോ എന്ന് രോഹിത് ചോദിക്കുമ്പോഴാണ് ശരണ്യക്ക് താൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് തോന്നുന്നത്. അല്ല, എന്നാലും സ്വന്തം ചേച്ചി തന്നെയല്ലേ എന്ന് പറയണം. അതിന് എൻ്റെ അമ്മ പ്രസവിച്ചതല്ലെങ്കിലും എനിക്കതെൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ്. ആ രോഹിത്തിന് കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് അന്നേരത്താണ് കേട്ടോ ശരണ്യക്ക് ബോധം വന്നത്. ശരണ ഒന്നും മിണ്ടാതെ നടക്കുമ്പോൾ എന്താ ശരണ കുറച്ച് മുമ്പ് ചോദിച്ചത്? എൻ്റെ അമ്മയുടെ വയറ്റിൽ പറഞ്ഞതല്ലല്ലോ രോഹിതേട്ടൻ്റെ അമ്മയുടെ വയറ്റിൽ പറഞ്ഞത് ആണ് ചേച്ചി എന്ന അർത്ഥത്തിലല്ലേ രോഹിത്ത് ചോദിക്കുന്നുണ്ട് ശരണയോട് സംസാരിച്ചത്. അത് പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. അല്ല, എന്തോ ഒരു കള്ളത്തരമുണ്ട്. എന്താ ചേച്ചി, നീ അങ്ങനെ വല്ലതും പറഞ്ഞോ? അങ്ങനെയില്ല. നിങ്ങളെ കണ്ടാൽ ഒരമ്മ പെറ്റ ആളുകളെ പോലെ തോന്നും. ചേച്ചിയുടെയും രോഹിത്തേട്ടൻ്റെയും കളറും മുഖം ഭാഗ്യമൊക്കെ ഒരേപോലെ, മുഖഷേപ്പൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇത് കേട്ടതോ എങ്ങനെ തടി തപ്പുമെന്നറിയാതെ ശരണ്യ ഇങ്ങനെ തപ്പിപ്പിഴക്കാട്ടോ. എന്തോ ഒരു കള്ളത്തരം എന്തായാലും ശരണ്യക്കുണ്ട്. എന്തോ നാവ് പിഴച്ചു പറഞ്ഞതാണോ എനിക്കറിയില്ല. എന്തായാലും അത് നാവ് ഒന്നായിരിക്കട്ടെ. എൻ്റെ ചേച്ചി ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്നവരാവാനാണ് എനിക്കാഗ്രഹം. ചേച്ചി അങ്ങനെയല്ലെങ്കിലും ഇനി അങ്ങനെ തന്നെ ഞാൻ കാണുള്ളൂ. എൻ്റെ അലിനെ ചേച്ചിക്ക് പകരം വെക്കാൻ മറ്റാരുമില്ല ഈ ലോകത്ത്, എൻ്റെ സ്വന്തം അമ്മ പോലും എന്ന് രോഹിത് പറയുമ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ അലീനയെ ബാലചന്ദ്രൻ കാണാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് രാവിലെ തന്നെ വൈജയന്തി ആണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക. അലീന പഠിപ്പിച്ച പോലെയാണ് തൻ്റെ മക്കൾ ഇതുവരെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ആ ടൈം ടേബിൾ അങ്ങ് മാറ്റണം. അങ്ങനെ ഇപ്പോൾ അലീന പറഞ്ഞ പ്രകാരം അവർ നടക്കേണ്ട, എനിക്ക് പഠിച്ചാൽ മതി. അങ്ങനെ അടുക്കള കാര്യങ്ങളെല്ലാം വൈജയന്തി നോക്കി നടത്തുന്നുണ്ട്. എല്ലാവരും ഭക്ഷണം വൈജയന്തി ഉണ്ടാക്കിയതും വലിയ രുചിയില്ലെങ്കിലും അമ്മയെ മുഷിപ്പിക്കേണ്ടെന്ന് കരുതി അവരൊന്നും മിണ്ടാതെ അത് കഴിക്കാട്ടോ. അങ്ങനെ രാവിലെ ബാലചന്ദ്രൻ ബാഗും തൂക്കി പോകുന്ന കാണുമ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കാണ്. എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ആ പോക്കത്ര പന്തിയല്ലല്ലോ. ഇനിയിപ്പോൾ കടയിലേക്ക് തന്നെയാണെന്ന് ആർക്കറിയാം. ഒരു 10-10:30 വൈജയന്തി നേരെ ജ്വല്ലറി ഷോപ്പിലേക്ക് വിളിക്കുക. ഗോവർദ്ധന ഫോൺ എടുത്ത്, അല്ല നിന്റെ മുതലാളി എവിടെ? ഇല്ല സാർ ഇന്ന് വന്നില്ലല്ലോ. ബാലേട്ടൻ ഇന്ന് വന്നില്ല. പിന്നെ എവിടെ പോയി? ഇവിടെ നിന്ന് 8:30 പുറപ്പെട്ടതാണല്ലോ. അറിയില്ല, മറ്റെന്തെങ്കിലും അത്യാവശ്യത്തിനായിട്ട് ബാങ്കിലോ മറ്റെവിടെയെങ്കിലും കയറി കാണും ചേച്ചി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വൈജയന്തി വിളിക്കുന്നുണ്ട്. അപ്പോഴും ഗോവർദ്ധൻ്റെ മറുപടി ഇത് തന്നെ. അങ്ങനെ ബബിതയും കൂട്ടിയിട്ട് ജ്വല്ലറിലേക്ക് പോവാണ്. അവിടെ ബാലചന്ദ്രൻ്റെ കസേരയിൽ കുറച്ച് സമയം ഇരിക്കുന്നുണ്ട് കേട്ടോ. അല്ല ചേച്ചി, എന്താ ഇങ്ങോട്ട് വന്നത്? നിന്റെ സാറുണ്ടല്ലോ വീട്ടിൽ നിന്ന് കടയിലേക്കെന്ന് പറഞ്ഞ് 8:30 ഇറങ്ങിയതാ. ഇതുവരെ എന്താ വരാത്തത്? അതിന് കാരണം എനിക്കറിയണമല്ലോ. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ബാലചന്ദ്രൻ അലീനയെ കാണാനായിട്ട് പോയതായിരിക്കും. അങ്ങനെ വൈകുന്നേരം വൈജയന്തി തിരികെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴും ബാലചന്ദ്രൻ എത്തിക്കാണില്ല. അങ്ങനെ രാത്രി ഒരു 9 മണി ആയതിനു ശേഷം ബാലചന്ദ്രൻ വരുന്നുണ്ട്. ബാലചന്ദ്രന് വാതിൽ തുറന്നു കൊടുക്കുന്ന കൃഷ്ണമോള, എടി നീ ഉറങ്ങിയില്ലേ? അച്ഛ 9 കഴിഞ്ഞുള്ളൂ. അച്ഛനെ കാത്തിരിക്കായിരുന്നു. അച്ഛൻ എവിടെയായിരുന്നു? അതൊക്കെ പറയാം. എന്തായാലും കടയിലാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് മുങ്ങേണ്ട. കടയിൽ വൈകുന്നേരം വരെ ഞാനുണ്ടായിരുന്നു. അതുവരെ നിങ്ങൾ അവിടേക്ക് വന്നിട്ടില്ല. നീ അവിടെയും എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നത് ആർക്കും അറിയില്ലല്ലോ. നിങ്ങൾ എവിടെയായിരുന്നു പോയിരുന്നത്? അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛാ അലിനി ചേച്ചി കാണാൻ പോയതാണെന്ന് അമ്മയോട് അങ്ങ് പറഞ്ഞിക്ക്. എന്തിനാ അച്ഛൻ പേടിക്കുന്നത്? അത് അവളുടെ ചോദ്യം കേട്ടാൽ തന്നെ അറിയത്തില്ലേ. ഞാനെന്തിനാ അവളെ പേടിക്കുന്നത്? അവളുടെ ചോദ്യമൊക്കെ കഴിയട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്ന. അപ്പോൾ ആ വേലക്കാരി പെണ്ണിനെ കാണാനായിട്ട് പോയതാണല്ലേ? അങ്ങനെ എത്ര വേലക്കാരികൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്? അവരൊക്കെ കാണാനായിട്ട് നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്. അന്നേരത്ത് ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ പോവാ. കണ്ടില്ലേ, ഒന്നും മിണ്ടില്ല, ഒളിച്ചിക്കളിയാ. നിങ്ങൾ തനിയെ പോകുന്നതിൻ്റെ കള്ളത്തരാ. അവൾ എവിടെയാണെന്ന് ഈ മക്കളോട് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അവളുടെ അഡ്രസ്സ് കൊടുത്തിട്ടില്ല. അതിൻ്റെ പിന്നിൽ തന്നെ കള്ളത്തരങ്ങളുണ്ട്. അതെനിക്കറിയാം. അപ്പോൾ രോഹിത്തിൻ്റെ മുഖത്തിങ്ങനെ സംശയം നേരിക്കുന്നുണ്ടോ? തൻ്റെ മകൻ തന്നെ സംശയിക്കാൻ തുടങ്ങിയോ എന്ന് ബാലചന്ദ്രൻ അവൻ്റെ മുഖത്തേക്ക് നോക്കാണ്. ഒരക്ഷരം മിണ്ടാതെ ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോവാണ്. വീണ്ടും വൈജയന്തി മക്കളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളോട് ഇങ്ങനെ ചെയ്യില്ല. അവൾ എവിടെയാണെന്നെങ്കിൽ പോലും നിങ്ങളോട് പറയത്തില്ലേ? അതും പറഞ്ഞോ? ഇല്ലല്ലോ, അത് നിങ്ങളുടെ അച്ഛൻ്റെ കള്ളത്തരം കൊണ്ടാ അത് പറയാത്തത്. അങ്ങനെ അവരെ പറഞ്ഞപ്പോൾ ഇരിക്കേട്ടോ. ഈ സമയം റൂമിലെ രോഹിത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അമ്മ പറഞ്ഞതിലും ശരിയില്ലേ? അച്ഛൻ എന്താ അലിന ചേച്ചിയുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് തരാത്തത്? അലിന ചേച്ചി എവിടെയാണെന്ന് പോലും ഞങ്ങളോട് പറയാത്തത് എന്തുകൊണ്ടാ? അതിന് പിന്നിൽ എന്തോ ഒരു കാരണമല്ലേ? അങ്ങനെ
ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് പോവാ. നേരിയ വെളിച്ചം കാണാം. അച്ഛൻ ഉറങ്ങിയില്ലെന്ന കാര്യം രോഹിത്തിന് മനസ്സിലാവുന്നുണ്ട്. ഡോറിൽ മെല്ലെ തട്ടുമ്പോൾ ബാലചന്ദ്രൻ വന്ന് കതക് തുറക്കുന്നുണ്ട്. ആ, നീയോ ഉറങ്ങിയില്ലേ? എനിക്കൊരു കാര്യം അറിയണം. അച്ഛനോട് സംസാരിക്കാനാ ഞാൻ വന്നത്. വാടാ മോനെ, എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്, ചോദിക്കാനുള്ളത്? അത് പിന്നെ അമ്മ പറഞ്ഞത് അച്ഛൻ കേട്ടില്ലേ? എന്തുകൊണ്ടാ ആലീന ചേച്ചി എവിടെയാണെന്ന് സത്യം ഞങ്ങളോട് പറയാത്തത്? ഇനിയിപ്പോൾ അമ്മ സംശയിക്കുന്ന പോലെ വല്ല കള്ളത്തരവും. എടാ, എന്ത് വർത്താനാ നീ പറയുന്നത്? നീ അലീന ചേച്ചിയെ സംശയിക്കുമോ? നീ എന്നെ സംശയിച്ചോ? പക്ഷേ നിന്റെ ചേച്ചിയെ നിനക്ക് അങ്ങനെ സംശയിക്കാൻ കഴിയുമോ? പിന്നെ എന്തുകൊണ്ടാ അലീന ചേച്ചി എവിടെയാണെന്ന് സത്യം അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറയാത്തത്? അതെ മോൻ ഇവിടെ ഇരിക്ക്. ഇനി നിന്നോട് നിന്ന് എല്ലാം ഒളിപ്പിച്ചു വെച്ചാൽ അച്ഛനൊരിക്കലും താങ്ങാൻ കഴിയില്ല. ഇന്നോ നാളെയോ എന്ന് കരുതി ജീവിക്കുന്ന മനുഷ്യനാ. പക്ഷേ സത്യങ്ങളൊക്കെ നീ അറിയണം. എന്നിട്ട് വേണം ഈ അച്ഛന് പോവാൻ എന്ന് പറയണേ. അച്ഛൻ അങ്ങനെ ഒന്നും പറയണ്ട. പിന്നെ വിവാഹത്തിന് നിനക്കറിയാലോ ഞാൻ ആരായിരുന്നു എന്ന്. ഞാൻ നിൻ്റെ അമ്മയുടെ വീട്ടിലെ ജോലിക്കാരൻ്റെ മകനാണ്. അവിടെ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാ വൈജിയോട് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അന്ന് വൈജി എന്നെ ഒന്നും മൈൻഡ് പോലും ആക്കിയിരുന്നില്ല. പിന്നെ എല്ലാം നേടിയെടുത്തതായിരുന്നു ഞാനെല്ലാം. ആദ്യമൊക്കെ വൈജിക്ക് എന്നെ വിവാഹത്തിന് ഇഷ്ടമേ അല്ലെന്ന് ഞാൻ പിന്നീടാ മനസ്സിലാക്കിയത്. ഞാൻ ഒന്നും അറിയാത്ത പൊട്ടൻ. അതിനു മുമ്പ് നിൻ്റെ അമ്മ ആഗ്രയിലായിരുന്നു. ഒരു സ്കൂൾ ടീച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. നിൻ്റെ വല്യമ്മാവനുണ്ടല്ലോ അവരുടെ കൂടെ. അവിടെ നിൻ്റെ വല്യമ്മാവൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഓഫീസർ വരുമായിരുന്നു. അവരുമായിട്ട് നിൻ്റെ അമ്മ പ്രണയത്തിലായി. വിവാഹവും ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാ ഗംഗേട്ടന് ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു ട്രാൻസ്ഫറായി പോവുകയും ചെയ്തു. അപ്പോൾ അനിയത്തിക്കും ഈ ഒരു ഓഫീസർക്കും നല്ല സൗകര്യമായി. അവരൊരു വാടക വീടെടുത്ത് താമസാക്കി. അപ്പോൾ വൈജയന്തി പൂർണ്ണ ഗർഭിണിയായിരുന്നു. പിന്നീട് സ്റ്റാലിൻ ജോസഫ് എന്ന അവളുടെ കാമുകനെ നാട്ടിലേക്ക് വരികയും പിന്നീട് അവർ കാണാതാവുകയും ചെയ്തു. ഈ സമയം ഗംഗാധര മേനോനും അനുജന്മാരും കൂടെ ചേർന്ന് ബലമായി അവളെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. രഹസ്യമായി പ്രസവിച്ചു. ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചു. ഇതെല്ലാം കേട്ട് നട്ടിത്തരിച്ച് നിൽക്കായിരിക്കും രോഹിത്ത്. ആ കുഞ്ഞിൻ്റെ പേരാണ് അലീന. 23 വർഷങ്ങൾ ശേഷം അവൾ വളർന്നു വലുതായി നിന്റെ അമ്മയുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. ആ കുഞ്ഞാണ് അലീന. ഇതാർക്കും അറിയില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും രോഹിത്ത് ആകെ നെട്ടിത്തെറിച്ച് നിൽക്കാട്ടോ. ഈ ഒരു എപ്പിസോഡ് ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചുരുക്കമായിട്ട് പറയുന്നത്. അങ്ങനെയാണ് കേട്ടോ. രോഹിത്ത് തൻ്റെ അലീന ചേച്ചിയാണ്, തൻ്റെ സ്വന്തം ചേച്ചിയാണ്, തൻ്റെ അമ്മ പ്രസവിച്ച മകളാണെന്ന് മനസ്സിലാക്കുന്നത്. രോഹിത്തിന് ചെറിയ സംശയം സരണിയിൽ നിന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ. പിന്നീട് രോഹിത്ത് എല്ലാം മനസ്സിലാക്കി കൊടുത്തത് ബാലചന്ദ്രൻ തന്നെയാണ്. എനിക്ക് ചേച്ചിയെ കാണണമെന്ന് പിടിവാശി കൂടിയതോടുകൂടെ ബാലചന്ദ്രൻ അലീന അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എല്ലാം അവൻ തിരിച്ചറിഞ്ഞ കാര്യം അവളടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്തൊക്കെ വൈജയ്ക്ക് അറിയില്ലല്ലോ. തൻ്റെ മകനെയും കൂടെ കൂട്ടി അവളടുത്ത് പോയിന്ന് കേട്ടപ്പോൾ വൈജ കലി തുള്ളുന്നുണ്ട്. അച്ഛനെയും മകനെയും വശത്താക്കി വെച്ചതാണ് അവളെന്ന് പറഞ്ഞ് എല്ലാ കഥകളൊക്കെ പറയുമ്പോൾ രോഹിത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നാണമുണ്ട് സ്ത്രീയെ? നിങ്ങൾ വിവാഹത്തിന് മുമ്പൊന്ന് പ്രസവിച്ചോ? അച്ഛന് മകളുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നവൻ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതോടുകൂടെ വൈജേന്ദ്രൻ നാവടയാണ്. ആഗ്രയിലുള്ള ഓരോ സംഭവങ്ങളും സ്റ്റാലിൻ ജോസഫുള്ള പ്രണയമെല്ലാം അവൾ ഓർത്തെടുക്കുന്നുണ്ട്. അടിപൊളി വരാൻ പോകുന്ന ഒരു അടിപൊളി മുഹൂർത്തത്തിലൂടെയാട്ടോ മയത്തോര് മുമ്പേ പോകുന്നത്. അങ്ങനെ സത്യങ്ങൾ ഓരോരുത്തരായിട്ട് തിരിച്ചറിയുന്ന ഒരു സീന. പക്ഷേ ലാസ്റ്റാട്ടോ വൈജയ തിരിച്ചറിയുന്നത് തൻ്റെ മകളാണ് അലീന എന്ന സത്യം.